ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2020 ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് കൊലീഗ്സ്, പ്രൊഫഷണൽസും അതുപോലെ തന്നെ ഫൈനൽ ലെവലിൽ പഠിക്കുന്ന കുട്ടികളും CA പഠിക്കുന്ന കുട്ടികളും റിക്വസ്റ്റ് ചെയ്തതാണ്. പിന്നെ പ്രൊഫഷണൽസും. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു പ്രൊഫഷണൽസിനും കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ്. കുട്ടികൾക്ക് മാത്രമുള്ള വീഡിയോ അല്ല, CA കുട്ടികൾക്ക് മാത്രമുള്ള വീഡിയോ അല്ല. CA കുട്ടികൾക്ക് വേണ്ടി ആദ്യമേ പറയാം, CA ഫൈനൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന അമെൻമെൻറ്റ്, കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2020 ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് ആപ്ലിക്കബിൾ അല്ല. അടുത്ത എക്സാമിനും ആപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന എക്സാം നവംബറിൽ എന്തായാലും ഇല്ല, നവംബർ 2020 എന്തായാലും ഇല്ല. അടുത്ത് വരാൻ പോകുന്ന മെയ് 2021 ആപ്ലിക്കബിൾ ആണോ എന്ന് സംശയമാണ്. കാരണം ഇതിൻ്റെ അമെൻമെൻറ്റ്സിൻ്റെ സെക്ഷൻസ് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അടുത്തതിൽ നവംബർ 2021 മോസ്റ്റ്ലി ഇത് വരാമെന്നാണ് എൻ്റെ ഒരു പ്രവചനം. നമുക്ക് പക്ഷേ പ്രൊഫഷണൽ സംബന്ധിച്ചുള്ള അറിയാലോ, നമുക്ക് ഇത് അമെൻമെൻറ്റ്സിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞു തന്നെ പോകണം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വരുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞു പോകണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് പരുത്തം മാത്രമല്ലല്ലോ അല്ലേ, അപ്ഡേറ്റ് ആയി പോകണം. പിന്നെ ഈ അമെൻമെൻറ്റ് വളരെ പ്രതീക്ഷിക്കുന്ന അമെൻമെൻറ്റാണ്. കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷം 2017 നിലയിൽ അമെൻഡ് ചെയ്തു. ഒത്തിരി മേജർ അമെൻമെൻറ്റ് വന്നത് 2017 എൻ്റെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി തന്നെ യൂട്യൂബിലുണ്ട്. 2019 കുറേ മേജർ അമെൻമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ചില അമെൻമെൻറ്റ്സ് ഇപ്പോഴും എന്തിയിട്ടില്ല, നോട്ടിഫൈ ചെയ്തിട്ടില്ല. CSR ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ആണ്. വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. 2020 അമെൻമെൻറ്റ് ആണ്. ഒന്നുകൂടി പറയാം, ഇത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. വരും മുറയ്ക്ക് അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു. പ്രൊഫഷണൽ സംബന്ധിച്ചോളം പ്രൊഫഷണൽ അപ്ഡേറ്റ് ആണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ആ ഒരു ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വിഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ പറയാം, ഈ അമെൻമെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു നാഴിക്കല്ല് എന്ന് പറയുന്നത് രണ്ട് ആയിട്ട് നമുക്ക് തിരിക്കാം. അതായത് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2020 അമെൻമെൻറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 category. ഫസ്റ്റ് കാറ്റഗറി ഈസ് വിത്ത് റെസ്പെക്ട് ടു പെനാൽറ്റീസ്. അറൗണ്ട് 80% ഓഫ് ദ അമെൻമെൻറ്റ്സും പെനാൽറ്റി ബന്ധപ്പെട്ടതാണ്. ഡീക്രിമിനലൈസേഷനാണ് അതിൻ്റെ ഉദ്ദേശം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇതാണ്. കുറച്ചുകൂടി ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി, പ്രൊമോട്ടർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് നല്ലൊരു ശതമാനം ഇംപ്രിസൺമെൻറ്റ് ഉണ്ടായിരുന്ന പെനാൽറ്റിയെയും ഫൈൻ പെനാൽറ്റി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഫൈൻ പെനാൽറ്റി ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ തന്നെ ഫൈൻ പെനാൽറ്റിയുടെ എമൗണ്ടിൻ്റെ ബ്രാക്കറ്റ്സ് കുറച്ച് മാറ്റി കുറച്ചുകൂടിയൊക്കെ ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത്, കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2020 ഈസ് എ വെൽക്കം സ്റ്റെപ്പ് from the point of view of promoters, directors and officers of the company, because it decriminalizes majority of the provisions. ഇംപ്രസ്മെൻ്റ് ഉണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ മാറ്റി പെനാൽറ്റി മാത്രമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ അത് പറഞ്ഞോട്ടെ. തുടക്കത്തിൽ കുറച്ച് നട്ഷൽ പോയിന്റ്സ് പറയാം. എൻ്റെ അടുത്ത് ഒരു റൈറ്റപ്പ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോകാം. എത്രയും പെട്ടെന്ന് ഈ അമെൻമെൻറ്റ് കവർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ക്വിക്ക് റിവിഷൻ മോഡാണ്. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞു, പെനാൽറ്റീസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ പെനാൽറ്റി ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അമെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ശതമാനം സ്ഥലത്തും അമെൻഡ് ചെയ്തിരിക്കുന്ന പെനാൽറ്റിയാണ്. രണ്ടാമത്തെ മേജർ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ പ്രൊഡ്യൂസർ കമ്പനി 1956 ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ കമ്പനി അറിയില്ല, 1956 ആക്ട് തന്നെ കിടക്കുകയായിരുന്നു. 2013 ആക്ട് വന്നപ്പോഴും നമ്മളത് കൊണ്ടുവന്നില്ല. ബട്ട് വി ഹാവ് ടു റെഫർ ടു ദ 1956 ലോ. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് പരമായിട്ട് അതിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ 1956 ഉണ്ടായിരുന്ന മുഴുവൻ പ്രൊഡ്യൂസർ കമ്പനി പ്രൊവിഷൻസിനെയും 2013 ആക്ടിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു ബൈ ദിസ് അമെൻമെൻറ്റ് ആക്ട്. ഈ 2020 അമെൻമെൻറ്റ് ആക്ട് വഴി നമ്മൾ 2013 ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ആ പ്രൊവിഷൻസിനെ കൊണ്ട് ഇൻസർട്ട് ചെയ്യും. അതാണ് ഈ രണ്ട് മേജർ പെനാൽറ്റി. 2P ആണ് അല്ലേ, പെനാൽറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ അമെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പ്രൊഡ്യൂസർ കമ്പനി അമെൻഡ് എന്ന് പറയാൻ പറ്റില്ല, പ്രൊഡ്യൂസർ കമ്പനിയുടെ മൊത്തം പ്രൊവിഷൻസും പുതിയൊരു ചാപ്റ്റർ ഇൻസർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ആക്ടിൽ, 2013 ആക്ടിൽ ത്രൂ 2020 അമെൻമെൻറ്റ് ആക്ട്. കേട്ടല്ലോ. പിന്നെ അല്ലാതെ അവിടെ ആയിട്ട് ചില പ്രാക്ടിക്കൽ അമെൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബേർഡ്സ് ഐ വ്യൂ, ഓവറോൾ വ്യൂ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദിസ് ആക്ട് ഇസ് ടു ഫർദർ അമെൻഡ് ദ കമ്പനീസ് ആക്ട് 2013. ഈ ആക്ടിൻ്റെ പേര് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2020. ഈ ആക്ടിന് രണ്ട് പാർലമെൻറ്റിൻ്റെ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റിലും അത് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ഹോണറബിൾ പ്രസിഡന്റ് അസെൻറ്റ് 28 സെപ്റ്റംബർ 2000, ഇവിടെ നിന്നൊരു 8 ദിവസമായുള്ളൂ അല്ലേ, 28 സെപ്റ്റംബർ 2020 ഇതിൻ്റെ അമെൻമെൻറ്റ് അസെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആക്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിലവിൽ വന്നു. പക്ഷേ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഈ ആക്ടിലെ പല പ്രൊവിഷൻസ് ഇപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടില്ല. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ നോക്കിയിട്ട് ആയിരിക്കും അതിന് നോട്ടിഫിക്കേഷൻസ് ഇറക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ സെക്ഷൻ ഏത് ഡേറ്റ് മുതലാണ് നിലവിൽ വരുന്നത് നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ നോട്ടിഫിക്കേഷൻസ് ഫ്രോം ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ.
മൊത്തം ഈ അമെൻമെൻറ്റ് 35 പേജുണ്ട്. അതിൽ 65 അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 35 പേജും 65 അമെൻമെൻറ്റ്സും. അതിൽ അറൗണ്ട് 80% അമെൻമെൻറ്റ്സും പെനാൽറ്റി പ്രൊവിഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആവശ്യം വരുമ്പോൾ അതാത് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതിയാവും. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ ഫ്രണ്ട് പേജിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഭാവിയിൽ യൂസ് ചെയ്യാനും. നമുക്ക് ഓരോന്നായിട്ടിനി, അതായത് ഞാൻ പറഞ്ഞു പെനാൽറ്റി ഏരിയ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ 80% നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ അത് ആ ജോലി കഴിഞ്ഞു. ബാക്കിയുള്ള മെയിനായിട്ടുള്ള അമെൻമെൻറ്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകും. കേട്ടല്ലോ. ആദ്യത്തെ അമെൻമെൻറ്റ് സെക്ഷൻ 2 ക്ലോസ് 52ലാണ് പറയാനുള്ള അമെൻമെൻറ്റിൽ. ആദ്യത്തെ അമെൻമെൻറ്റ് സെക്ഷൻ 2 ക്ലോസ് 52 ഡെഫിനിഷനാണ്. ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനിഷനാണ് 2 ക്ലോസ് 52 കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനിഷനിൽ പുതിയൊരു അമെൻമെൻറ്റ് ചേർത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ചില ലിസ്റ്റഡ് കമ്പനീസിന് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ ടു ബി ലിസ്റ്റഡ് കമ്പനീസിന് ലിസ്റ്റഡ് കമ്പനി ബ്രാക്കറ്റിൽ നിന്ന് മാറ്റാം. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് നൗ ബീൻ എംപവർഡ് ടു, ഈവൻ ദോ ആ കമ്പനി ലിസ്റ്റഡ് ആണെങ്കിലും ഇന്ത്യൻ ടു ബി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന് ഇപ്പോൾ അതിനെ ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് ആ അമെൻമെന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേട്ടോ. അടുത്ത അമെൻമെന്റ് സെക്ഷൻ 16ലാണ്. 16 ഡീൽ ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം എന്ന പ്രൊവിഷനാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം നിങ്ങൾക്കറിയാം, ഇൻഅഡ്വർട്ടൻ്റ്ലിയോ അല്ലെങ്കിൽ ഓൾറെഡി നിലവിലിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരുമായിട്ട് സാമ്യമുള്ള പേരുണ്ടെന്ന് ഏതെങ്കിലും ഒരു കമ്പനിക്കുണ്ടെന്ന് ഏതെങ്കിലും കമ്പനികൾക്കോ ആൾക്കാർക്കോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മറ്റുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് ആ കമ്പനിയുടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, ആ പേര് മാറ്റണം എന്ന് പറയാം. ഇങ്ങനെ ഉള്ളതിൽ സബ്സെക്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജറായിട്ട് സബ്സെക്ഷൻ 3 ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ സമാന്തരമായ പേരുള്ള ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സമാന്തരമായ പേരുള്ള വേറൊരു കമ്പനി ഇപ്പം നിലവിൽ വന്നായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് പണ്ട് 6 മാസമായിരുന്നു സമയം. ഇതിപ്പോൾ അത് മാറ്റി കംപ്ലൈൻ്റ് പീരീഡ് 6 മാസത്തിൽ നിന്ന് കുറച്ച് 3 മാസമാക്കി കുറച്ചിട്ടുണ്ട്. അതാണ് അമെൻമെൻറ്റ്. 6 months നിന്ന് മാറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഓർഡർ പറഞ്ഞാൽ അത് കംപ്ലൈൻ്റെ സമയം 6 മാസത്തിൽ നിന്നും കുറച്ച് 3 മാസമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള അമെൻമെൻറ്റ്. സെക്ഷൻ 23ലാണ് അടുത്ത നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അമെൻമെൻറ്റ്. ബാക്കി ഇടയ്ക്കുള്ള എല്ലാ പെനാൽറ്റീസാണ് കേട്ടോ. പെനാൽറ്റിപരമായ കാര്യങ്ങൾക്കാണ് അമെൻമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഡെഫിനിഷനിലല്ല, ബട്ട് പ്രൊവിഷൻസിൽ മെയിനായിട്ട്. സെക്ഷൻ 23 ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, പബ്ലിക് ഓഫർ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 23 കമ്പനീസ് ആക്ടിൽ ഡീൽ ചെയ്യുന്നത്. ഇതിൽ സബ്സെക്ഷൻ 3, സബ്സെക്ഷൻ 4 എന്ന പുതിയ 2 അമെൻമെൻറ്റ് അല്ലെങ്കിൽ പുതിയ 2 സബ്സെക്ഷൻസ് കൂടെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡീൽ ചെയ്യുന്നത് പബ്ലിക് ഓഫർ ഇന്ത്യയിലെ കമ്പനികൾക്ക് വെളിയിലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, വെളിയിലത്തെ ഫോറിൻ ജുറിസ്ഡിക്ഷനിൽ വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന രീതിയിലാണ് സബ്സെക്ഷൻ 3ഉം 4ഉം ഇൻസർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നൊരു പറയാം, പബ്ലിക് ഓഫറിൻ്റെ അകത്ത് കുറേ സോഴ്സുകൾ പറയുന്നുണ്ട് അല്ലേ, ഇന്ത്യയിൽ വലിയ സോഴ്സ്, അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പുതിയൊരു പ്രൊവിഷൻ, നൗ ഇന്ത്യൻ കമ്പനീസ് ക്യാൻ ലിസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഫോറിൻ ജുറിസ്ഡിക്ഷൻ. ഓൾറെഡി ഉണ്ട്, പക്ഷേ അതിൻ്റെ റൂൾസ് പറയാൻ വരുമെന്നായിരിക്കാം. അത് കുറച്ചുകൂടി ഫോർമലൈസ് ചെയ്ത് പ്രത്യേക റൂൾസ് വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അമെൻമെൻറ്റിൽ കൊണ്ട്. കാരണം അസ്മൈ പ്രിസ്ക്രൈബ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു പ്രൊവിഷൻ അല്ലെങ്കിൽ സെക്ഷൻ 23 പുതിയൊരു അമെൻമെൻറ്റ് എന്നുള്ളത് ഇന്ത്യൻ കമ്പനിയിലെ വെളിയിലത്തെ സ്ഥലങ്ങളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അതിന് ഫോറിൻ ജുറിസ്ഡിക്ഷനിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് വരുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റിംഗ് പുതിയ അവന്യൂ ആയിട്ട് ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലായിട്ട് അതിനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് സെക്ഷൻ 23 വന്നിരിക്കുന്നത്. റൂൾസ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് സെക്ഷൻ 117ലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 117 ഡീൽ ചെയ്യുന്നത് റെസൊല്യൂഷൻസ് ആൻഡ് അഗ്രിമെൻറ്റ്സ് ടു ബി രജിസ്റ്റേർഡ് എന്നുള്ള കാറ്റഗറിയിലാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുമ്പോൾ വേറൊരു സെക്ഷൻ കൂടെ പറയണം, സെക്ഷൻ 179 സബ്സെക്ഷൻ 3. അത് ഫയലിംഗ് ഓഫ് റെസൊല്യൂഷൻസ് ROCയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MGT40 എന്നുള്ള ഫോം നമ്മൾ പോസ്റ്റിനകത്ത് റെസൊല്യൂഷൻസ് പാസ്സാക്കുമ്പോൾ ROCയിൽ ഫയൽ ചെയ്യണം. ഇത് വന്ന സമയം മുതൽ ഒത്തിരി അമെൻമെൻറ്റ്സ് വിധേയമായ ഒരു ഏരിയയാണ് 179 സബ്സെക്ഷൻ 3. റെഡ് വിത്ത് സെക്ഷൻ 117. 117ലാണ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് റീഡ് ചെയ്യുമ്പോൾ റെഫർ ചെയ്ത് പറയുമ്പോൾ സെക്ഷൻ 179 സബ്സെക്ഷൻ 3Fൻ്റെ അകത്ത് ഇന്റർ കോർപ്പറേറ്റ് ലോൺ കിടപ്പുണ്ട്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ലോണോ കൊടുക്കുകയോ സെക്യൂരിറ്റി നിൽക്കുകയോ ഗ്യാരണ്ടി കൊടുക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോൺ കൊടുക്കുകയോ ഗ്യാരണ്ടി അതുപോലെ തന്നെ സെക്യൂരിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷൻ കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ, അതായത് ഇംപ്രാക്ടിക്കബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രൊവിഷനിൽ ഈ പറഞ്ഞ റെസൊല്യൂഷൻസ് ROCയിൽ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിഷന് 117 റെഡ് വിത്ത് സെക്ഷൻ 179 സബ്സെക്ഷൻ 3 ക്ലോസ് F പ്രകാരം ഇനി മുതൽ ബാങ്കിങ് കമ്പനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. 1. 2 ഹൗസിംഗ് ഫിനാൻസ് കമ്പനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല.
പിന്നെ അതുപോലെ തന്നെ എന്താണ് NBFCക്കും ആപ്ലിക്കബിൾ അല്ല. നൗ ദിസ് റിക്വയർമെൻറ്റ് ഹാസ് ബീൻ റിലാക്സ്ഡ് ഫോർ ബാങ്കിങ് കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ആൻഡ് ഓഫ് കോഴ്സ് എന്താ പറയുക ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFCക്കും അത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ അമെൻമെൻറ്റ്. ഇനി ഇത്രയും നേരം അമെൻമെൻറ്റ്സ് ആണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ ഞാൻ ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. അത് അമെൻമെൻറ്റ് ആക്ട് തുടങ്ങി അതിൻ്റെ ഓർഡറിലാണ് ഞാൻ നോക്കി പോകുന്നത്. അതിൻ്റെ അകത്ത് പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് 129A. 129 എന്നറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബന്ധപ്പെട്ട ഏരിയയാണ്. ഇത് വളരെ എനിക്ക് തോന്നുന്നു അമെൻമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ അക്കാഡമിക്കലി പ്രാക്ടിക്കലി കുറച്ചുകൂടി വളരെ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു അമെൻമെൻറ്റാണ് സെക്ഷൻ 129A ഡീൽ ചെയ്ത്. 129A പ്രകാരം പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി മുതൽ ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത കമ്പനികൾക്കും വേണമെന്നുണ്ടെങ്കിൽ സർട്ടൻ ക്ലാസ്സസ് ഓഫ് കമ്പനികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കാം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിക്ക് ഓഡിറ്റ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിവ്യൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ക്വാർട്ടർലി റിപ്പോർട്ട്സ് ഫയൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ലിസ്റ്റഡ് അല്ലാത്ത അൺലിസ്റ്റഡ് കമ്പനീസിന് ഇനി മുതൽ Q1, Q2, Q3, Q4 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുകയും അത് ബോർഡ് അപ്രൂവ് ചെയ്യും. ബോർഡ് അപ്രൂവ് ചെയ്ത് ഓഡിറ്റിന് വിധേയമാക്കുകയും ഒന്നീ ഫുൾ ഓഡിറ്റ് ആയിരിക്കണം, അല്ലാത്ത പക്ഷം ലിമിറ്റഡ് റിവ്യൂ എങ്കിലും ചെയ്ത് അത് ROCയിൽ ആ റിലവൻറ്റ് പീരീഡ് ക്വാർട്ടർ കഴിഞ്ഞ് 30 ദിവസത്തിനകത്ത് ഫയൽ ചെയ്യുന്ന പ്രൊവിഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ കാറ്റഗറി ഓഫ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് റൂൾസ് നമുക്ക് വെയിറ്റ് ചെയ്യണം. സർട്ടൻ ക്ലാസ്സസ് ഓഫ് കമ്പനീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറക്കരുത്, ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് ഫോർ പ്രൊഫഷണൽ സർക്കിൾ ഓൾസോ. സെക്ഷൻ 129A പുതിയ സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റഡ് കമ്പനി ഒഴികെ, ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിക്ക് ആ പ്രൊവിഷൻ ഉണ്ട്, അൺലിസ്റ്റഡ് കമ്പനിക്ക് പോലും സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനീസിന് ദേ ഹാവ് ടു പ്രിപ്പയർ പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഗെറ്റ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം അപ്രൂവൽ ഫ്രം ദ ബോർഡ് ആൻഡ് ദേ ഹാവ് ടു അമീനബിൾ ടു an audit or limited review. എല്ലാവരിൽ ഒന്നീ ഓഡിറ്റ് അല്ലെങ്കിൽ എല്ലാവരും ചെയ്ത് ലിമിറ്റഡ് റിവ്യൂ ചെയ്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് ആ റിലവൻറ്റ് ക്വാർട്ടർ കഴിഞ്ഞ് റിലവൻറ്റ് പീരീഡ് കഴിഞ്ഞ് 30 ദിവസത്തിനകത്ത് ROCയിൽ ഫയൽ ചെയ്യണം. അത് വലിയൊരു കംപ്ലയൻസിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു ഏരിയ തുറന്നു തരും എന്നുള്ളത് നമുക്ക് അറിയാമായിരിക്കും. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഫിനാൻസ് പ്രൊഫഷണൽസിനും അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിനും ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നൊരു പ്രൊവിഷനാണ്. എന്തായാലും ഇതൊരു പുതിയൊരു സെക്ഷനാണ്, സെക്ഷൻ 129A. നൗ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷനാണ് സെക്ഷൻ 135. അറിയായിരിക്കും അല്ലേ, CSR. 2019 തന്നെ 2-3 അമെൻമെൻ്റ് ഉണ്ട്. അൺസ്പെൻഡ് എമൗണ്ടിനെ CSR ഫണ്ടിലോട്ട് മാറ്റുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രൊവിഷൻസ്, പണ്ടത്തെ പോലെ സിംപ്ലിഫൈഡ് അല്ല. ഇപ്പോൾ പുതിയ പ്രൊവിഷൻസ് 2019 അമെൻമെൻറ്റിലും കൊണ്ടുവന്നു, പക്ഷേ അതിപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടില്ല. അതിനിടയിൽ 2020 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് മെയിനായിട്ട് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, എക്സസ് കോൺട്രിബ്യൂഷനുള്ള കമ്പനി. നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 2% സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിങ്ങൾക്ക് CSR സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ദർ ആർ മെനി കമ്പനീസ് ഇൻ ഇന്ത്യ ഹൂ സ്പെൻഡ് മോർ ദാൻ ദാറ്റ് 2% അല്ലേ, എക്സസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അവർക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. കാരണം അടുത്ത വർഷം ചിലപ്പോൾ പൈസ ഇല്ലാതെ വരുമ്പോൾ അതിന് തട്ടിക്കഴിക്കാനൊന്നും പറ്റുന്നില്ല. നൗ ദർ ഇസ് എൻ അമെൻമെൻറ്റ് ദാറ്റ് എക്സസ് കോൺട്രിബ്യൂഷൻ ഉള്ള കമ്പനികൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഇയേഴ്സ് നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സസ് എമൗണ്ടിനെ അടുത്ത വർഷത്തെ ഇതിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എക്സസ് ആണ്, ഷോർട്ട് ഫോൾ അല്ല. എക്സസ് വരുന്ന എമൗണ്ടിനെ വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന എന്താ പറയുക CSR സ്പെൻഡിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രൊവിഷനാണ്. അത് എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് അതിനിപ്പോൾ റൂൾ അമെൻഡ് ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സോ എക്സസ് CSR കോൺട്രിബ്യൂഷൻ ക്യാൻ നൗ ബി സെറ്റ് ഓഫ് എഗൻസ്റ്റ് ദ ഫ്യൂച്ചർ സ്പെൻഡിങ്. ദാറ്റ് ഈസ് വെരി ഗുഡ്, വെൽക്കമിങ് സ്റ്റെപ്പ്. രണ്ടാമത്തെ അമെൻമെൻറ്റ് അവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് കമ്പനികൾ CSR സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ CSR സ്പെൻഡ് എമൗണ്ട് വളരെ കുറച്ച് 1 ലക്ഷം, 10 ലക്ഷം, 18 ലക്ഷം ഒക്കെ ഉള്ളൂ. പക്ഷേ വീണ്ടും CSR കമ്മിറ്റി കൂടി അത് ബോഡി വെച്ച് ഒരേ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഒരു വർഷം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CSR സ്പെൻഡ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ, എത്രയാണ്, 50 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് CSR കമ്മിറ്റിയുടെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. അതിന് പകരം CSR കമ്മിറ്റി ചെയ്യേണ്ട ഫങ്ഷൻസ് ആര് ചെയ്താൽ മതി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്താൽ മതി. പ്രാക്ടിക്കലി ചെറിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ CSR സ്പെൻഡ് കമ്പാരിറ്റീവ്ലി കുറച്ചുള്ള കമ്പനികളെ സംബന്ധിച്ചോളം അതൊരു പ്രൊസീജിയറിലും സെക്രട്ടറിയൽ പരമായിട്ടും നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. അമെൻമെൻറ്റ് ഒന്നുകൂടി പറയാം, 50 ലാക്സിന് താഴെ മാത്രമാണ് നിങ്ങളുടെ CSR സ്പെൻഡ് ആണെങ്കിൽ CSR കമ്മിറ്റി വേണ്ട, അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യേണ്ട. പക്ഷേ അതിൻ്റെ ദൗത്യം, അതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, മോണിറ്ററിങ്ങും അല്ലെങ്കിൽ എന്താണ് പ്രോജക്ട്സ് ഷെഡ്യൂൾ 7 പ്രപ്പോസ് ചെയ്യുന്നതല്ല. ഇനി മുതൽ അത് ആര് ചെയ്താൽ മതി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്താൽ മതി. നല്ലൊരു വെൽക്കമിങ് സ്റ്റെപ്പാണ്. ഇനിയുള്ളത് സെക്ഷൻ 149 വളരെ ഫേമസ് സെക്ഷനാണ് 149. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള സെക്ഷനാണ് 149. അതിൻ്റെ അകത്ത് സബ് സെക്ഷൻ 9 അമെൻമെൻറ്റ്. റെഡ് വിത്ത് സെക്ഷൻ 197 ആൻഡ് 198. കേൾക്കുമ്പോഴേ അറിയാമല്ലേ, റെമ്യൂണറേഷൻ ബന്ധപ്പെട്ട ഏരിയയാണ്. അതായത് പണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത കമ്പനിക്കോ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിക്കോ ഇന്നടിക്കൊരു പ്രോഫിറ്റ് ഉള്ള കമ്പനികൾക്കോ ബേസിക്കലി അവർക്ക് ശമ്പളം ആർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഹോൾ ടൈം ഡയറക്ടേഴ്സിന് മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഈ പറയുന്ന 149 സബ്സെക്ഷൻ 9, 197, 198 കൂടെ കൂട്ടി വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ
ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, അതായത് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിക്കോ ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഉള്ള കമ്പനിക്കോ അവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ശമ്പളം കൊടുക്കാം, ഫീസ് കൊടുക്കാം. ബട്ട് സബ്ജക്ട് ടു ദ കംപ്ലയൻസ് ഓഫ് ഷെഡ്യൂൾ 5. അപ്പോൾ ഒന്നുകൂടി പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ അമെൻമെൻ്റ് ആണ്. ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഉള്ള കമ്പനിക്കും പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിക്കും നേരത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമല്ല, MD, മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സിന് മാത്രമേ ശമ്പളം റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. എന്നാൽ പുതിയ അമെൻമെന്റ് പ്രകാരം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ 5 കംപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ശമ്പളം, ഫീസ് കൊടുക്കാം. അത് നല്ലൊരു അമെൻമെന്റ് ആണ്, പ്രാക്ടിക്കൽ അമെൻമെന്റ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എനിക്ക് തോന്നുന്നു മേജർ അമെൻമെന്റ്സ് ഒക്കെ ക്വിക്കായിട്ട് സാർ പറഞ്ഞു അല്ലേ, വളരെ സിമ്പിളായിട്ടാണ് അത് പോകുന്നത്. ബട്ട് എങ്കിലും പ്രാക്ടിക്കലി വളരെ റിലവൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൂൾസ് വെയിറ്റ് ചെയ്യണം. റൂൾസ് വരുമ്പോഴേ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക കംപ്രസം കംപ്ലയൻസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ദെൻ അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ കമ്പനിയെ കുറിച്ചാണ്. പുതിയൊരു ചാപ്റ്റർ 21A എന്നൊരു പുതിയൊരു ചാപ്റ്റർ കമ്പനീസ് ആക്ടിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 378A മുതൽ 378ZU വരെ, ഒന്നൊരു പറയാം, സെക്ഷൻ 378A മുതൽ 378ZU വരെ വലിയൊരു ബഞ്ച് ഓഫ് ഏരിയ പ്രൊഡ്യൂസർ കമ്പനി വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 21A ഇത് പുതിയതൊന്നുമല്ല, പഴയ 1956 കിടന്ന അതേ കമ്പനീസ് ആക്ട് കിടന്ന പ്രൊഡ്യൂസർ കമ്പനിയുടെ മൊത്തം പ്രൊവിഷൻസും ഈ പറയുന്ന 2013 ആക്ടിലോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് ബൈ ദിസ് 2020 അമെൻമെൻറ്റ്. മനസ്സിലായോ അല്ലേ? ശേഷം മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെക്ഷൻ 418A പുതിയ സെക്ഷനാണ്. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പണ്ട് സെൻട്രൽ ഓഫീസ് അല്ലെങ്കിൽ ഒറ്റ ഓഫീസ് വെച്ചിട്ടായിരുന്നു പോയത്. NCLT ബെഞ്ചസ് വഴിയായിരുന്നു. പക്ഷേ അപ്പലേറ്റ് ട്രിബ്യൂണൽ സെൻട്രലൈസ്ഡ് ആയിരുന്നു. അതിപ്പോൾ ബെഞ്ചസ് വഴി ചെയ്യാനുള്ള പ്രൊവിഷനാണ് 418A. അപ്പോൾ NCLT ഹോണറബിൾ NCLT ബെഞ്ചസ് പോലെ തന്നെ ഇനി മുതൽ നാഷണൽ കമ്പനിയിലും അപ്പലേറ്റ് ട്രിബ്യൂണലിലും ബെഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിനുള്ള നിയമസാധുത കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 418A. ഇതും ഒരു പുതിയൊരു സെക്ഷനാണ്. 446B ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. ശരിക്കും അഗെയിൻ ഇത് പെനാൽറ്റി ബന്ധപ്പെട്ടതാണെങ്കിലും എനിക്കിത് പറയണം. കാരണം ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ് 446Bയിൽ. 446Bയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കമ്പനിക്ക്? OPCക്ക്, സ്മോൾ കമ്പനിക്ക്, സ്റ്റാർട്ടപ്പ് കമ്പനിക്ക്, പ്രൊഡ്യൂസർ കമ്പനിക്ക്. ഒന്നുകൂടി പറയാം, OPC, സ്മോൾ കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, ഇത്രയും കാറ്റഗറി കമ്പനിക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനിയെ സംബന്ധിച്ചോളം എന്ത് പെനാൽറ്റി വന്നാലും സാധാ കമ്പനിയെ ഇരിക്കുന്ന പെനാൽറ്റി, സാധാ കമ്പനിക്ക് ചാർജ് ചെയ്യേണ്ട പെനാൽറ്റിയുടെ 50%, 1/2 മാത്രമേ ഈ പറയുന്ന കമ്പനികൾക്ക് ചാർജ് ചെയ്യത്തുള്ളൂ. അത് കമ്പനിക്കായാലും അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഡിഫോൾട്ടിനായാലും. ഇതിന് മാക്സിമം പറയുന്നു 2 lakhs or 1 lakh കൂടെ പറയുന്നു, ബ്രാക്കറ്റ് പറയുന്നുണ്ട്. 50% or 2 lakh, 50% or 1 lakh, വിച്ച് എവർ ഇസ് ലെസ്. നല്ലൊരു വെൽക്കമിങ് സ്റ്റെപ്പാണ്. കാരണം ചെറിയ കമ്പനികളെ എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിനെയും OPC ഒക്കെ ഇത്രയും പനിഷ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നല്ലൊരു വെൽക്കമിങ് സ്റ്റെപ്പാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് നല്ലൊരു മൂവ്മെൻ്റ് ആണത്. OPCക്കും, പ്രൊഡ്യൂസർ കമ്പനിക്കും, സ്മോൾ കമ്പനിക്കും, സ്റ്റാർട്ടപ്പ് കമ്പനീസിനും സാധാ കമ്പനിക്ക് ചാർജ് ചെയ്യുന്ന പെനാൽറ്റിയുടെ 50% പെനാൽറ്റി മാത്രമേ ഇനി മുതൽ ഉണ്ടാകത്തുള്ളൂ. അഗെയിൻ എ വെൽക്കമിങ് സ്റ്റെപ്പ്. ഐ തിങ്ക് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 452 ലാസ്റ്റ് സെക്ഷൻ, ഫേമസ് ആയിട്ടൊരു സെക്ഷനാണ്, പെനാൽറ്റി ഫോർ വിത്ത് ഹോൾഡിങ്. ലാസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ പെനാൽറ്റി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. സാറ് പെനാൽറ്റി പറയത്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഈ ഇതിന് ഒരു വെറൈറ്റി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. 452 ഡീൽ ചെയ്യുന്നത് പെനാൽറ്റി ഫോർ റോങ്ഫുൾ വിത്ത് ഹോൾഡിങ് ഓഫ് കമ്പനീസ് പ്രോപ്പർട്ടി. എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കമ്പനിയുടെ ഓഫീസേഴ്സോ എന്താണ് എംപ്ലോയീസോ കമ്പനിയുടെ ഔദ്യോഗിക ആവശ്യത്തിന് കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ പ്രോപ്പർട്ടീസിന് റോങ്ഫുള്ളായിട്ട് വിത്ത് ഹോൾഡ് ചെയ്യുകയോ റോങ്ഫുള്ളായിട്ട് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി ചാർജ് ചെയ്യുന്ന സെക്ഷനാണ് 452. അതിൻ്റെ അകത്ത് ഇംപ്രിസൺമെൻ്റ് ഉണ്ട്. പുതിയ പ്രൊവിഷനിൽ പറയുന്നുണ്ട് ഇംപ്രിസൺമെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. എപ്പോഴാണ്? പ്രൊവൈഡഡ് ആ കമ്പനി ഈ എംപ്ലോയീസിനോ ഓഫീസേഴ്സിനോ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് കൊടുത്തിട്ടില്ല. PF, പെൻഷൻ ഫണ്ട്, അതുപോലെ ഗ്രാറ്റുവിറ്റി ഫണ്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ, അതുപോലത്തെ കോമ്പൻസേഷനും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ എംപ്ലോയിയാണ്, അങ്ങനത്തെ ഓഫീസറാണ് ഇത് റോങ്ഫുള്ളായിട്ട് പ്രോപ്പർട്ടി വിത്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റ് പെനാൽറ്റി ഇല്ല. അത് നല്ലൊരു ഒരു ഇന്നോവേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റുണ്ട്, കമ്പനിയുടെ സൈഡിൽ നിന്നും ഒരു ഡിഫോൾട്ട് ഉണ്ട്. അതുകൊണ്ട് അവരധികം എംപ്ലോയീസിനെ റോങ് ചെയ്ത എംപ്ലോയീസിനെ ഓഫീസിനെ അധികം ശിക്ഷിക്കേണ്ട എന്നാണ് ലോയുടെ ഇൻറ്റൻഷൻ. സോ ഫ്രണ്ട്സ്, ക്വിക്കായിട്ട് ഹാർഡ്ലി 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ മൊത്തം അമെൻമെൻറ്റ്സും കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിട്ടിരിക്കുന്നത് എന്താണ്? പെനാൽറ്റീസാണ്. പെനാൽറ്റി അങ്ങനെ നമ്മൾ എടുത്ത് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ പെനാൽറ്റി എന്താണെന്ന് നോക്കി അത് അപ്ലൈ ചെയ്ത് പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ മേജർ പെനാൽറ്റി, ഇപ്പോൾ ഇഫ് യു ആസ്ക് ബിലുസർ വാട്ട് ഈസ് ദ മേജർ ക്യാച്ച്, എനിക്ക് തോന്നുന്നു 129A ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം അൺലിസ്റ്റഡ് കമ്പനിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുള്ള ഒരു ക്യാച്ചാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 ഓവർസീസ് ഉള്ള ഫോറിൻ ജുറിസ്ഡിക്ഷനുള്ള
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നത്. ഓൾറെഡി ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ, പക്ഷേ അത് കുറച്ചുകൂടി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊണ്ടുവരുന്ന കാര്യം. ദാറ്റ് ഈസ് അനദർ വെൽക്കമിങ് അല്ലെങ്കിൽ മേജർ അമെൻമെൻറ്റ്. ദെൻ ഓഫ് കോഴ്സ് CSR പറയേണ്ട ആവശ്യമില്ല. 2019 അമെൻമെൻറ്റും 2020 അമെൻമെൻറ്റും കൂടെ ചേർത്ത് വരുമ്പോൾ CSRൽ ശരിക്കും ഒരു സീ ചേഞ്ച് മാറ്റമുണ്ട്. 50 ലക്ഷം താഴെ മാത്രമാണ് CSR സ്പെൻഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കമ്മിറ്റി ഉണ്ടാക്കേണ്ട. അതുപോലെ സെറ്റ് ഓഫ് വളരെ ഇമ്പോർട്ടൻറ്റ് എക്സസ് ഒരുപാട് കമ്പനികളുണ്ട്. 2%-നെക്കാൾ 7ഉം 10ഉം 12% ചെയ്യുന്നവർക്ക് നാലുപേർക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ പോകുന്നു. വേണ്ട, ഇനി മുതൽ എക്സസ് സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചറിലെ എത്ര വർഷമൊന്നും പറഞ്ഞിട്ടില്ല, അത് റൂളിലെ പറയത്തുള്ളൂ, അത് ആ എക്സ്പെൻഡിച്ചറുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എനിവേ, ഓൾ ടുഗദർ ഇഫ് യു ആസ്ക് മീ, ഇറ്റ്സ് എ വെരി 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 ഗുഡ് അമെൻമെൻറ്റ്. ബിക്കോസ് ദ നീഡ് ഓഫ് ദവർ ബിസിനസ് അട്രാക്റ്റീവ് ആയിരിക്കണം, പ്രൊമോട്ടേഴ്സിന് അട്രാക്ഷൻ കൊടുക്കണം, ഇൻവെസ്റ്റേഴ്സിന് അട്രാക്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ സംരംഭങ്ങൾ കൂടുതൽ വരത്തുള്ളൂ. ക്രിമിനലൈസേഷൻ എന്ന് പറയുന്നത് വെൽക്കമിങ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ OPCക്കും പ്രൊഡ്യൂസർ കമ്പനിക്കും സ്റ്റാർട്ടപ്പ് കമ്പനിക്കും സ്മോൾ കമ്പനിക്കും ഒരു ഓഫർ 50% എന്താ പറയുക പെനാൽറ്റി കുറച്ച് കൊടുക്കുക എന്നുള്ളതും എപ്പോഴും വെൽക്കമിങ്. ആൻഡ് ആസ് എ പ്രൊഫഷണൽ ഇറ്റ് ഇസ് എ വെരി 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 എന്താ പറയുക വാം വെൽക്കമിങ് സ്റ്റെപ്പ്. ഓൾ ടുഗദർ 2020 Amendment Act ഈസ് എ ബഞ്ച് ഓഫ് ഫ്ലവർ for professionals, a bunch of flower for the directors, and of course a beautiful bouquet for the officers who work in a company. That's it. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.